ഹലോ ഗൈസ്, ചന്ദ്രകാന്തം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ കാര്യങ്ങളൊക്കെ കലങ്ങി മറിയുവാണ്. നമ്മുടെ വേലക്കാരി ചേച്ചിയുടെ ആ ഒരു ഉപദേശപ്രകാരം നമ്മുടെ പവിത്ര ആ കുഞ്ഞിനെ കളയാൻ വേണ്ടി ഒരു സ്റ്റൂളിന്റെ പൊക്കത്ത് കയറി നിന്നിട്ട് അവിടെ നിന്ന് വീണ പോലെ അഭിനയിക്കുക. അപ്പോൾ വീഴുമ്പോൾ കുഞ്ഞെന്തായാലും അലസി പോകുമല്ലോ, അതാണ് അവരുടെ പ്ലാൻ. അപ്പോഴാണെങ്കിൽ നമ്മുടെ പവിത്രയ്ക്ക് ഇതിന് പിന്നാലെ എട്ടിന്റെ പണി കിട്ടുന്നുണ്ട്. നമ്മുടെ വരുണും മോഹിനിയും കൂടെ നമ്മുടെ പവിത്രയെ ഹോസ്പിറ്റലിലേക്ക് പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയണം, ഈ പെണ്ണ് ഗർഭിണിയല്ലായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി എന്നൊക്കെ പറയുമ്പോഴായിരിക്കും നമ്മുടെ പവിത്ര വീണ്ടും പെടുന്നത്, അല്ലേ. അപ്പൊ അവിടെ ചെന്ന ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ പവിത്ര ഇവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വേലക്കാരി ചേച്ചിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഗൗരി മോള് നമ്മുടെ നന്ദുവിനെ വിളിച്ച് പറയുന്നുണ്ട്, ഇനി നിന്റെ പപ്പ തന്നെയാ എന്റെ പപ്പ, എനിക്കിനി നമുക്ക് രണ്ടുപേർക്കും ഒരേ പപ്പയാ, ഇനി നമ്മൾ സിസ്റ്ററും ബ്രദറും ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ലക്ഷ്മിയമ്മ സ്പീക്കറിലൂടെ കേൾക്കുന്നുണ്ട്, ഫോണിന്റെ സ്പീക്കറിലൂടെ കേൾക്കുന്നുണ്ട്. അപ്പൊ ലക്ഷ്മിയമ്മ നമ്മുടെ നന്ദുവിനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ പിങ്കിയുടെ മുന്നിൽ വെച്ച് നമ്മുടെ ഗൗതമിന് നമ്മുടെ നന്ദ വാക്ക് കൊടുക്കുകയാണ്, ഗൗരി മോൾ നിങ്ങളുടെ കൂടെ തന്നെ എന്നും ഉണ്ടാകും എന്നുള്ളൊരു വാക്ക്. അപ്പൊ ഇത് കണ്ടപാടെ തന്നെ നമ്മുടെ പിങ്കി ആകപ്പാടെ ഞെട്ടി തകർന്ന് നിൽക്കുന്നുണ്ട്. പിന്നീടുണ്ടല്ലോ എപ്പിസോഡ് എന്തെങ്കിലും ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ഗൗരിമോളെ കാണാൻ നമ്മുടെ ഗൗതം നന്ദയുടെ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ഗൗതമിനെ കാണാൻ ഒത്തിരി വൈകുമ്പോൾ നമ്മുടെ പിങ്കിയും അവിടേക്ക് എത്തുന്നുണ്ട്. പിങ്കിക്ക് 100% ഉറപ്പ് തന്നെയായിരുന്നു നന്ദയ്ക്ക് അരികിൽ തന്നെ ഗൗതം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കേട്ടോ. അപ്പൊ നമ്മുടെ ഗൗതം വരും, പിങ്കിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാ, പിങ്കിക്ക് എന്താ ഇവിടെ കാര്യം, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം നിനക്കില്ല എന്ന് നമ്മുടെ ഗൗതം നമ്മുടെ പിങ്കിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ, തീർത്തും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മുടെ പിങ്കിക്ക് ഭയങ്കര ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ. എന്തായാലും പതുക്കെ പതുക്കെ നമ്മുടെ ഗൗതം നമ്മുടെ നന്ദയ്ക്ക് തന്നെ സ്വന്തമാകും. പ്രേക്ഷകരെ, നിങ്ങളൊന്നും സങ്കടപ്പെടേണ്ട, അല്ലെ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.